ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് സ്വാഗതം. വയനാട്ടിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയ്ക്ക് വേണ്ടി ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി പ്രചാരണത്തിനിറങ്ങുമെന്ന സൂചന. വ്യാഴാഴ്ച കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ പി ചിദംബരം കൊൽക്കത്തയിൽ വെച്ച് മമതയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ജൂൺ 24-ന് പാർലമെന്റ് ആദ്യമായി ചേരുന്നതിന് മുന്നോടിയായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. ഇതിനു പുറമെയാണ് ഇപ്പോൾ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചാരണത്തിന് മമത എത്തുമെന്ന സൂചനകൾ ലഭിക്കുന്നത്. പ്രിയങ്കയുമായി നല്ല വ്യക്തിബന്ധമുള്ളയാളാണ് മമത. പ്രിയങ്കയെ വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിപ്പിക്കണമെന്ന് മമത അഭിപ്രായപ്പെട്ടതായി മുൻപ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും ബംഗാളിൽ കോൺഗ്രസുമായി അത്ര ചേർച്ചയിലല്ല മമത. ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരിയുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മയാണ് ഇതിനു കാരണം. അധീർ രഞ്ജൻ ബഹ്റംപൂരിൽ നിന്ന് പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് മമതയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുണ്ടായ കാരണം എന്നാണ് വാദങ്ങൾ. മമതയുടെ സ്ഥിരം വിമർശകരിൽ ഒരാളായ അധീർ രഞ്ജൻ തുടർച്ചയായ 5 തവണ MP ആയതിനു ശേഷമാണ് ഇപ്പോൾ പരാജയപ്പെടുന്നത്. പരാജയത്തിന് പിന്നാലെ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെക്കുകയും ചെയ്തു. മമതയും ഗാന്ധി കുടുംബവുമായുള്ള ബന്ധത്തിൽ ചെറുതെങ്കിലും വീഴ്ച വരുത്താൻ അധീർ രഞ്ജൻ ഒരു കാരണമാവുകയായിരുന്നെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബംഗാളിൽ തിരഞ്ഞെടുപ്പിന് മമത സഖ്യമുപേക്ഷിച്ചതും ഈ കാരണം മൂലമാണെന്നാണ് പറയപ്പെടുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്, വാരണാസി എന്നീ 2 മണ്ഡലങ്ങളിലും ഒരുപോലെ വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട്ടിൽ രാജിവെച്ചിരുന്നു. ഇതേ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രിയങ്കയെ തിരഞ്ഞെടുത്തിരുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.